ശ്രദ്ധിക്കുക, പോട്ട് ബാങ്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്യുന്നതും സ്വന്തമായി ആക്ടിവേഷൻ ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന രജിസ്റ്റർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ആരാണോ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ആ വ്യക്തിയുടെ ഇതായിരിക്കും പേര് വരും. എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സിറ്റി തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 6 അക്ക പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 6 അക്ക പാസ്വേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ അക്ഷരം, ചെറിയ അക്ഷരം, ചിഹ്നം, സംഖ്യ ഇത്രയും അടങ്ങിയതാണ് പാസ്വേഡ്. എന്നിട്ട് എഴുതി വയ്ക്കണം. എന്നിട്ട് വേണം കൺഫേം സബ്മിറ്റ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ബാങ്കിൻ്റെ നെയിം കൊടുക്കണം, ബ്രാഞ്ച് കൊടുക്കണം, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ തെറ്റാതെ കൊടുക്കണം, IFSC കോഡ് തെറ്റാതെ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. എല്ലാം ഒന്നെന്ന് പരിശോധിച്ചതിന് ശേഷം പാസ്വേഡ് എഴുതി വെച്ചതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ ഒരു പേജ് തുറന്നു വരും. അതിന് സ്ക്രീൻഷോട്ട് എടുക്കണം. ഇതുപോലത്തെ ഒരു പേജായിരിക്കും തുറന്നു വരുന്നത്. ഇത് മലയാളത്തിലാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു പേജ് തുറന്നു വരും. അതിന് എത്ര പേജ് തുറന്നു വരും അത്രയും പേജ് തുറന്നു വരണം. നമുക്ക് വേണ്ടത് ID നമ്പരും പാസ്വേഡുമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ID നമ്പർ ഇത് കിടക്കുന്നുണ്ട്, കണ്ടോ, ലോഗിൻ ID എന്ന് പറഞ്ഞു. സ്പോൺസർ ആരാണോ അവരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാസ്വേഡ് ഇവിടെ എഴുതി കാണിക്കും. ഇതിനെ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. ഉടൻ തന്നെ നമ്മുടെ ലോഗിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ID നമ്പരും ലോഗിൻ ID എടുത്തതിന് ശേഷം പാസ്വേഡ് എഴുതി വെച്ചതിന് ശേഷം താഴെ ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ലോഗിൻ പേജ് തുറന്നു വരും. ലോഗിൻ പേജ് തുറന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ ലോഗിൻ IDയും പാസ്വേഡും ടൈപ്പ് ചെയ്തെടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പേജ് തുറന്നു വരും. കേട്ടോ, ഇവിടെ ID നമ്പരും ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ID നമ്പരും പാസ്വേഡും വരും. നമ്മൾ ടച്ച് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടല്ലോ, ഇത് ആദ്യത്തെ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ, ഇതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, മനസ്സിലായല്ലോ. താഴോട്ട് എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും, ID ആക്ടിവേഷൻ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇവിടെ 3 ബട്ടൺ ഉണ്ട്, കണ്ടോ, ഇടത് സൈഡിൽ. ആ 3 ബട്ടണിൽ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ പേര്, എൻ്റെ ഡീറ്റെയിൽ എല്ലാം വന്നിരിക്കും. ഇതിൽ ടോപ്പ് അപ്പ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു പേജ് തുറന്നു വരും. ഇതിലേക്കാണ് നമ്മൾ കാശ് അയച്ചു കൊടുക്കേണ്ടത്. കാശ് അയച്ചു കൊടുക്കേണ്ടതിന് ഇതിനെ സ്ക്രീൻഷോട്ട് എടുക്കണം. QR കോഡിനെ സ്ക്രീൻഷോട്ട് എടുക്കണം. അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എഴുതണം, IFSC കൊടുക്കണം, അവിടെ നെയിം കൊടുക്കണം. അതിനേക്കാൾ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കണം. QR കോഡ് നമ്മുടെ ഗൂഗിൾ പേയിൽ പോയിട്ട് QR കോഡ് ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് വരും. എമൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. മിനിമം നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. അതാ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം QR കോഡ് കാണിച്ച് നമ്മൾ മിനിമം 100 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും നമുക്കിതിൽ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. 100 രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ 2 വാലറ്റ് വരുന്നുണ്ട്.
രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 100 രൂപ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇല്ല, 1000 രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വാലറ്റിൽ 1000 രൂപ കാണിച്ചിട്ട് ട്രേഡിംഗ് വാലറ്റിൽ 2000 രൂപ വരും. അതൊരു ഓഫറാണ്. ആ 2000 രൂപയുടെ ബെനിഫിറ്റാണ് നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും 0.4% വെച്ച് നമുക്ക് വരുന്നത്. ഓക്കെ, 100 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെ പേജ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 100 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 100 രൂപ മാത്രമേ കാണിക്കത്തുള്ളൂ, അതിൻ്റെ ഇരട്ടി കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ 1000 രൂപയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഉടൻ തന്നെ അത് 2000 രൂപയായിട്ട് ട്രേഡിംഗ് വാലറ്റിൽ കാണിക്കും. അപ്പോൾ 2000 രൂപയുടെ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോഴേ നിങ്ങൾ പൈസ അയച്ചതിന് ശേഷം, കമ്പനിക്ക് കാശ് അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യണം. താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം എൻ്റർ പേജ് എമൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ 100 രൂപയ്ക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ എന്ന് ടൈപ്പ് ചെയ്യണം. 1000 രൂപയാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 രൂപ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ 100 1000 രൂപയ്ക്ക് ചെയ്യുക. എന്നിട്ട് വലിയ എമൗണ്ടുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ ചെയ്ത് കഴിയുമ്പോഴല്ലേ വിശ്വാസം വരത്തുള്ളൂ. 100 രൂപയാണെങ്കിൽ 100 രൂപ, 1000 രൂപ. എന്നിട്ട് നമ്മുടെ 12 അക്ക നമ്പർ ഉണ്ടല്ലോ, അത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ പേയിൽ പോയി നമ്മൾ ആ QR കോഡ് ജസ്റ്റ് ഒന്ന് കാണിക്കണം. QR കോഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ QR കോഡിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി. കമ്പനിയുടെ പേര് തിരഞ്ഞു വരും. അല്ലെങ്കിൽ അതിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഉണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പൈസ അടച്ചതിന് ശേഷം ഉടൻ തന്നെ ഒരു സ്ക്രീൻഷോട്ട് വരും. അതിനെ സ്ക്രീൻഷോട്ട് എടുക്കണം. കണ്ടോ, സ്ക്രീൻഷോട്ട് ഉറപ്പായിട്ടും എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ 12 അക്ക നമ്പർ എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് UPI ട്രാൻസ്ഫർ ID ആണ്. കണ്ടോ, UPI ട്രാൻസ്ഫർ ID എല്ലാത്തിലും ഉണ്ട്. UPI ട്രാൻസ്ഫർ ID അതിനെ മൊത്തം നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, എഴുതിയെടുക്കണം. എഴുതിയെടുത്തതിന് ശേഷം റീമാർക്ക് എന്ന് പറയുന്നിടത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നതിന് ശേഷം പേയ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നിടത്ത് ചോയ്സ് സ്ലിപ്പ് നിങ്ങൾ 100 രൂപയാണെങ്കിൽ 100 രൂപ, ഇവിടെ 1000 രൂപയാണെങ്കിൽ 1000 രൂപ എന്ന് ടൈപ്പ് കൊടുക്കണം. അതിൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതലെന്ന് ടൈപ്പ് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ചീഫ് ലൈഫ് എന്ന് പറയുന്നിടത്തൊന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ആ കോളത്തിനകത്ത് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ മാനേജർ തുറന്നു വരും. ഗാലറിയോ എന്തെങ്കിലും തുറന്നു വരും, അങ്ങനെ കാണിക്കും. എന്നിട്ട് നിങ്ങളുടെ കാശ് എവിടെയാണോ കിടക്കുന്നത് നോക്കണം. ടച്ച് ചെയ്ത് നോക്കണം. ഇവിടെ നിന്ന് ടച്ച് ചെയ്താൽ അറിയാം, ഗാലറിയിൽ ടച്ച് ചെയ്താലും അറിയാം. കണ്ടോ, ഇങ്ങനെ ടച്ച് ചെയ്യുന്നിടത്ത് ഇങ്ങനെ കാണിക്കും. ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക, സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അറിഞ്ഞുകൂടാത്തവർ പറഞ്ഞാൽ മതി, ഞങ്ങളത് അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇത് വന്നു കഴിഞ്ഞു. കണ്ടോ, എന്നതിന് ശേഷം മിസ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോളം ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ 90 ദിവസത്തേക്ക് നമ്മളത് അംഗീകരിച്ചു, 9 മാസത്തേക്ക് ഇത് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെയാണ് ബെനിഫിറ്റ്. നമുക്കെടുക്കാം, എപ്പോഴാണെങ്കിലും 100 രൂപയാകുമ്പോൾ നമുക്കെടുക്കാം. അല്ല എങ്കിൽ 9 മാസത്തേക്ക് ലോക്കഡ് ആയിരിക്കും. എന്നിട്ട് സെൻഡ് റിക്വസ്റ്റ് എന്ന് പറയുന്നിടത്ത് ടച്ച് ചെയ്യണം. ഞാനിവിടെ മറ്റേ ഇത് കൊടുക്കാത്തതുകൊണ്ടാണ്, എമൗണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് വരും. കണ്ടോ, ഡേറ്റ് സഹിതം വരും. 100 രൂപയാണെങ്കിൽ 100, 1000 രൂപയാണെങ്കിൽ 1000 രൂപ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ സ്ഥിരീകരിച്ചില്ലെന്ന് വരും. കുറച്ച് 1 മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരിക്കും. അപ്പോൾ ഈ എമൗണ്ട് എവിടെ കാണിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏറ്റവും മുകളിൽ വന്നിട്ട് ഈ 3 ടച്ച് ചെയ്യണം. എന്നതിന് ശേഷം നമ്മുടെ ഹോം എന്ന് പറയുന്ന പേജിലേക്ക് വരണം. ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ഒന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് മേലോട്ട് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും. ഇതാണ് കാണിക്കുന്ന തുക. മനസ്സിലായല്ലോ. 1000 രൂപയ്ക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 2000 രൂപ നമ്മുടെ ട്രേഡിംഗ് വാലറ്റിൽ, വെർച്വൽ വാലറ്റ് എന്ന് പറയും, ആ വാലറ്റിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക്
1000 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 9%-മായ 90 രൂപ ഹാഷ് ബാക്കായിട്ട് നിങ്ങൾക്ക് ആ സെക്കൻഡിൽ ലഭിക്കുന്നതായിരിക്കും. 1000 രൂപ മുതലാണ് നിങ്ങൾക്ക് 9% ലഭിക്കുന്നത്, ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്. 100 രൂപയാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടൻ തന്നെ വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം വാലറ്റ് കണ്ടോ, നാഷണൽ എക്സിക്യൂട്ടീവ് ക്ലബ് വാലറ്റ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ചെയ്ത അതേ 1000 രൂപ ഇവിടെ തന്നെ കാണിക്കും. കാരണം ഇതിൽ 1,00,000 രൂപയാകുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ 6% വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാഷ് വാലറ്റിൽ നിങ്ങളിപ്പോൾ 2000 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് 180 രൂപ എന്ത് ചെയ്യാം, വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, വിഡ്രോവലും മറ്റു കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ രജിസ്ട്രേഷനും ആക്ടിവേഷനുമാണ് ഇതിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആക്ടിവേഷൻ ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മതി, വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട്